നമസ്കാരം. പശ്ചിമേഷ്യയിൽ യുദ്ധമേഘങ്ങൾ വീണ്ടും കറുത്തു മൂടുന്നതിനിടയിലും ഇസ്രയേലിന് ശക്തമായ മുന്നറിയിപ്പുമായി ഹിസ്ബുള്ള രംഗത്തെത്തിയിരിക്കുകയാണ്. ലെബനീസ് പാർലമെന്റ് അംഗവും ഹിസ്ബുള്ള നേതാവുമായ നൌഹാത്ത് അൽ മുസാവിയാണ് അന്താരാഷ്ട്ര സമൂഹത്തെ ഞെട്ടിക്കുന്ന കടുത്ത പ്രസ്താവനയുമായി എത്തിയത്. നിലവിലെ യുദ്ധം പൂർണ്ണമായും അവസാനിപ്പിച്ചിട്ടില്ല എന്നും ഇത് നാളെയോ മറ്റന്നാളെയോ വീണ്ടും പുനരാരംഭിച്ചേക്കാം എന്നും വരും മണിക്കൂറുകളിൽ എന്തൊക്കെ സംഭവിക്കുമെന്ന് ആർക്കും പ്രവചിക്കാൻ സാധിക്കില്ല എന്നാണ് അദ്ദേഹം വ്യക്തമാക്കിയത്. ഇസ്രയേൽ ഒട്ടും പ്രതീക്ഷിക്കാത്ത തരത്തിലുള്ള തിരിച്ചടികൾക്കായിരിക്കും ഇനി വരും ദിവസങ്ങളിൽ സാക്ഷ്യം വഹിക്കുക എന്നതിന്റെ വ്യക്തമായ സൂചനയാണ് ഹിസ്ബുള്ള നൽകുന്നത്. ഇസ്രയേൽ ഒരിക്കലും ഇറാനെതിരെ ആക്രമണത്തിന് മുതിർന്നാൽ, അതായത് എപ്പോഴെങ്കിലും ഇറാനെ കടന്നാക്രമിക്കാൻ ഇസ്രയേൽ തുനിഞ്ഞാൽ ഹിസ്ബുള്ള ശക്തമായി രംഗത്തിറങ്ങും. അത് ഒരു കാരണവശാലും അനുവദിക്കില്ല എന്നാണ് അദ്ദേഹം നൽകുന്ന മുന്നറിയിപ്പ്. ഇസ്രയേൽ തുടരുന്ന നിയമലംഘനങ്ങളും സ്ഫോടനങ്ങളും ഒരിക്കലും വെറുതെ വിടില്ല എന്നും അവയ്ക്ക് കൃത്യമായ തിരിച്ചടി നൽകുമെന്നും അദ്ദേഹം വ്യക്തമാക്കുന്നു. നിലവിലുള്ള കരാർ അടുത്ത മാസത്തേക്ക് അവസാനിക്കുകയാണ് എന്നും ആ കരാർ അവസാനിച്ചാൽ പിന്നെ ഒരു കരാറും ലംഘിക്കാൻ ഇസ്രയേലിന് സാധിക്കില്ല എന്നും അദ്ദേഹം തുറന്നു വ്യക്തമാക്കുന്നു. തെക്കൻ ലെബനിലെ എല്ലാ ഭാഗങ്ങളിലും തങ്ങളുടെ ആളുകൾ സജീവമായി നിലയുറപ്പിച്ചിട്ടുണ്ട് എന്നും ശത്രുവായ ഇസ്രയേലിന്റെ ഓരോ നീക്കങ്ങളും അവർ സൂക്ഷ്മമായി നിരീക്ഷിച്ചു വരികയാണ്. വെറുമൊരു നിർദ്ദേശത്തിനായി മാത്രമാണ് അവർ ഇപ്പോൾ കാത്തിരിക്കുന്നതെന്നും അദ്ദേഹം വ്യക്തമാക്കി. പശ്ചിമേഷ്യൻ രാഷ്ട്രീയത്തെയും സുരക്ഷയും ഒരുപോലെ പിടിച്ചു കുലുക്കുന്നതാണ് ഹിസ്ബുള്ളയുടെ ഈ പുതിയ വെല്ലുവിളി. വരും ദിവസങ്ങളിൽ ഈ മേഖലയിൽ വലിയൊരു സംഘർഷത്തിലേക്കും യുദ്ധത്തിലേക്കും നീങ്ങുമെന്നത് കൃത്യമായ സൂചനയാണ് എന്നാണ് ഈ മുന്നറിയിപ്പ് നൽകുന്നത്. 2 ആഴ്ചയോളം നീണ്ടുനിന്ന രൂക്ഷമായ സൈനിക നടപടികൾക്ക് ശേഷം ഇറാനെതിരായ ആക്രമണങ്ങൾ അമേരിക്ക താൽക്കാലികമായി നിർത്തിവെച്ച പശ്ചാത്തലത്തിൽ നിർണായകമായ വിവരങ്ങൾ എത്തിയത്. ഇറാനുമായുള്ള ചർച്ചകൾ പുനരാരംഭിക്കുന്നത് സംബന്ധിച്ച് പാകിസ്ഥാൻ മുന്നോട്ട് വെച്ച നിർദ്ദേശത്തിന് മറുപടിയായി തങ്ങളുടെ ചർച്ചകളിൽ നിന്നും പൂർണ്ണമായും പിന്മാറിയിട്ടില്ല എന്നും എന്നാൽ താൽക്കാലികമായി നിർത്തിവെച്ചിരിക്കുകയാണ് എന്നാണ് ഇറാൻ പാകിസ്ഥാൻ ഉദ്യോഗസ്ഥരെ അറിയിച്ചതെന്നും പ്രമുഖ അന്താരാഷ്ട്ര മാധ്യമങ്ങൾ വ്യക്തമാക്കുന്നു. കഴിഞ്ഞ 2 ദിവസമായി ഇറാനിൽ അമേരിക്കൻ സൈനിക ആക്രമണങ്ങളൊന്നും നടത്തിയിട്ടില്ല എങ്കിലും ഹോർമോസ് കടലിടുക്കിൽ പുതിയ ഇടനാഴി നിർമ്മിക്കാനുള്ള നീക്കങ്ങൾ ഇറാൻ ശക്തമായി നിരസിച്ചിട്ടുണ്ട് എന്നാണ് റിപ്പോർട്ടുകൾ. ഇറാനിയൻ പ്രസിഡന്റ് മസൂദ് പെഷഷ്കിയാന്റെ നേതൃത്വത്തിലുള്ള ഭരണകൂടം നിലപാട് വ്യക്തമാക്കുമ്പോൾ അമേരിക്കൻ പ്രസിഡന്റ് ട്രംപിന്റെ ഭാഗത്തു നിന്നും നിർണായക പ്രതികരണങ്ങളാണ് ഉണ്ടാകുന്നത്. 13 ദിവസത്തേക്ക് എല്ലാ ദിവസവും ഉച്ചതിരിഞ്ഞ് സൈനിക ആക്രമണ പദ്ധതികൾക്ക് ട്രംപ് അംഗീകാരം നൽകിയിരുന്നു എങ്കിലും നിലവിൽ ഇറാനുമായി ചർച്ചകൾ നടക്കുന്നുണ്ട് എന്നും അവർ വിഷയം ഗൗരവത്തോടെ കാണാൻ തുടങ്ങിയിട്ടുണ്ട് എന്നും വൈറ്റ് ഹൗസ് വ്യക്തമാക്കുന്നുണ്ട്. എന്തായാലും ആവശ്യമെങ്കിൽ ആക്രമണങ്ങൾ വീണ്ടും തുടരാനും അധികാരം തങ്ങൾക്കുണ്ട് എന്നാണ്. ഇറാനുമായി ഒരു കരാറിലെത്താനാണ് കൂടുതൽ താല്പര്യമെന്നും അദ്ദേഹം കൂട്ടിച്ചേർക്കുന്നുണ്ട്. ഇതിനിടയിൽ ഹോർമോസ് കടലിടുക്കിൽ ഇറാൻ നിശ്ചയിച്ച നാവിഗേഷൻ റൂട്ടിന് പുറത്തുള്ള നാവിക ഖനിയിൽ ഇടിച്ച് എണ്ണ ടാങ്കർ പൊട്ടിത്തെറിച്ചതായുള്ള ഇറാന്റെ അർദ്ധ ഔദ്യോഗിക വാർത്താ ഏജൻസിയും വ്യക്തമാക്കുന്നുണ്ട്.